ഇന്നലെ അവസാനം ഞാൻ ഇത്തിരി കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് എക്സ് ഈക്വൽ ടു -1 വരുന്നത് എപ്പോഴാണ്? എക്സ് -1നും 0യ്ക്കും ഇടയിലായിരിക്കണം. 0 വരുന്നത് എപ്പോഴാണ്? 0നും 1നും ഇടയിൽ കിടക്കുന്ന വാല്യൂ. 1 വരുന്നത് 1നും 2നും ഇടയിൽ കിടക്കുമ്പോൾ 2വിനേക്കാൾ ലെസ് ആയിരിക്കും. 2നും 3ക്കും ഇടയിൽ കിടക്കുമ്പോഴാണ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ വാല്യൂ 2 വരുന്നത്. അപ്പോൾ 2.7 ആൻസർ 2 ആയിരിക്കും. അല്ലെ 1.4, അവിടെ സംശയമില്ല. 0യ്ക്കും 1നും ഇടയിൽ കിടക്കണം, അതായത് 0.8 0. ഇത് നമ്പർ ലൈൻ നോക്കിക്കേ. -1നും 0യ്ക്കും ഇടയിൽ ഒരു വാല്യൂ വരുമ്പോൾ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ വാല്യൂ -1. അപ്പോൾ 0യ്ക്കും -1നും ഇടയിലുള്ളൊരു വാല്യൂ അല്ലേ -0.4, 0, 0.1, 0.2, 0.9 നെഗറ്റീവ് ഇങ്ങോട്ടല്ലേ വരുന്നത്. അപ്പോഴാണിത് -1 വരുന്നത്. ഇപ്പം -1.8 എന്ന് വെച്ചാൽ എവിടാ വരുന്നത്? -1, -1.1, 1.2, 1. ഇവിടെയല്ലേ വരുന്നത്. അപ്പം -1നും -2നും ഇടയ്ക്കല്ലേ വരുന്നത്. അപ്പം ഇതിൻ്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ വാല്യൂ -2 ആയിരിക്കും. 0.8 എന്ന് വെച്ചാൽ 8 ആയിരിക്കും. അപ്പോൾ ഇത് -1.2 ആകുമ്പോൾ -2. ഇനിയും ഇത് വെച്ചുള്ള എക്സാമ്പിൾസ് ഒക്കെയാണ്. എക്സാമ്പിൾ 10. Let n be the set of natural numbers and the relation capital R defined on capital N such that capital R equal to സെറ്റിനകത്ത് ordered pair x, y such that y equal to 2x, x, y element of n. What is the domain, codomain and range of R? Is this relation is a function? റിലേഷൻ തന്നിരിക്കുന്ന ഇതാണ്. എക്സും വൈയും എന്നിലെ എലമെൻസ് ആണ്. 1 ഇട്ട് കൊടുക്കുമ്പോൾ 2 കിട്ടും. എക്സിന് പകരം 2 ഇട്ടാൽ 4. അങ്ങനെ ദേ ഇങ്ങനെ പോകും. ഡൊമൈൻ ആരാ? സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. കോഡൊമൈൻ ഈസ് ദ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് തന്നെയാണ്. 2, 4, 6, 8 അല്ലേ. റേഞ്ച് ഈസ് ദ ഈവൻ നാച്ചുറൽ നമ്പർ. റേഞ്ച് ആരാ വരുന്നത്? 2, 4, 6, 8, 10, 12, 14. അത് ഈവൻ നാച്ചുറൽ നമ്പേഴ്സാണ്. സിൻസ് എവരി നാച്ചുറൽ നമ്പർ n ഹാസ് വൺ ആൻഡ് ഓൺലി വൺ ഇമേജ്, ദിസ് റിലേഷൻ ഈസ് എ ഫംഗ്ഷൻ. അടുത്തത്, എക്സാമിൻ ഈച്ച് ഓഫ് ദ ഫോളോയിങ് റിലേഷൻസ് ഗീവൺ ബിലോ ആൻഡ് സ്റ്റേറ്റ് ഇൻ ഈച്ച് കേസ് ഗിവിംഗ് റീസൺസ് വെദർ ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓർ നോട്ട്. വെദർ ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓർ നോട്ട്. ക്യാപിറ്റൽ ആർ ഈക്വൽ ടു സെറ്റ് 2, 1, 3, 1, 4, 2 ഇതെല്ലാം തന്നിട്ടുണ്ട്. 2, 3, 4 ആർ ദ എലമെന്റ്സ് ഓഫ് ദ ഡൊമൈൻ ഓഫ് ക്യാപിറ്റൽ ആർ ഹാവിംഗ് ദെയർ യുണീക്ക് ഇമേജസ്. ദിസ് റിലേഷൻ ആർ ഈസ് എ ഫംഗ്ഷൻ. ഇവിടെ ആരും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇവിടെ നോക്കിക്കേ, 2, 4, 2, 2, 2, 2, 4, 3, 3, 4, 4 2 റിപ്പീറ്റ് ചെയ്യുന്നു. അത് നോട്ട് എ ഫംഗ്ഷൻ. ഇവിടെയോ? ഇവിടെ റിപ്പീറ്റേഷൻ ഇല്ല. സിൻസ് എവരി എലമെന്റ് ഹാസ് ഓൺലി വൺ ഇമേജ്, ദെയർഫോർ ദ റിലേഷൻ ഈസ് എ ഫംഗ്ഷൻ. അതായത് ഫസ്റ്റ് എലമെന്റ് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഫംഗ്ഷൻ ആയിരിക്കത്തില്ല. ഓൾജിബ്ര ഓഫ് റിയൽ ഫംഗ്ഷൻസ്. f of x equal to x square, g of x equal to 2x plus 1 be two real functions. Find f of f plus g bracket അടച്ച് x, f minus g bracket അടച്ച് x, f g പ്രോഡക്റ്റ് ഡിവിഷൻ. f of x ഉം g of x ഉം അറിയാം. f plus g x എന്ന് വെച്ചാൽ ഇവരെ തമ്മിൽ ആഡ് ചെയ്യണം. ഇവരെ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1. ഇനി ഇവരെ തമ്മിൽ മൈനസ് ചെയ്യണം. എഫ് മൈനസ് ജി. ആൻസർ കിട്ടി. എഫ് ജി എക്സ്, എക്സ് സ്ക്വയർ ഇൻറ്റു ബ്രാക്കറ്റിൽ 2x പ്ലസ് 1, 2x ക്യൂബ് പ്ലസ് എക്സ് സ്ക്വയർ. എഫ് ബൈ ജി ബ്രാക്കറ്റ് അടച്ച് എക്സ്, അപ്പോൾ എക്സ് സ്ക്വയർ ബൈ 2x പ്ലസ് 1. അടുത്തത്, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു റൂട്ട് എക്സ് ആൻഡ് ജി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ബി ടു ഫംഗ്ഷൻസ് ഡിഫൈൻഡ് ഓവർ ദ സെറ്റ് ഓഫ് നോൺ നെഗറ്റീവ് റിയൽ നമ്പേഴ്സ്. ഫൈൻഡ് ബ്രാക്കറ്റിൽ എഫ് പ്ലസ് ജി എക്സ്, എഫ് മൈനസ് ജി, എഫ് ജി, എഫ് ബൈ ജി. ഇതുപോലെ തന്നെ അഡീഷൻ, സബ്ട്രാക്ഷൻ, പ്രോഡക്റ്റ്. റൂട്ട് എക്സ് ഇൻറ്റു എക്സ്, എക്സ് റൂട്ട് എക്സ് വേണമെങ്കിൽ അത് റൂട്ട് എന്ന് വെച്ചാൽ എന്താ? എക്സ് റൈസ് ടു ഹാഫ്. വെറുതെ എക്സ് എന്ന് വെച്ചാൽ പവർ 1. അപ്പോൾ പവറുകൾ തമ്മിൽ പ്ലസ് ചെയ്ത് എഴുതി. എഫ് ബൈ ജി, ഇത് പവറുകൾ തമ്മിൽ മൈനസ്. എ റൈസ് ടു എം ബൈ എൻ എന്താ? എ റൈസ് ടു എം മൈനസ് എൻ. വെറുതെ എക്സ് എന്ന് വെച്ചാൽ പവർ 1 എന്നാണ്. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് റിലേഷൻസ് ആർ ഫംഗ്ഷൻസ്? ഗീവ് റീസൺസ്. ഇഫ് ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഡിറ്റർമൈൻ ദ ഡൊമൈൻ ആൻഡ് റേഞ്ച്. നോക്കട്ടെ, ഇവിടെ റെപ്പറ്റീഷൻ ആരുമില്ല. സിൻസ് ഫസ്റ്റ് എലമെന്റ് ഈസ് നോട്ട് റിപ്പീറ്റിംഗ് ആൻഡ് ദ ഫസ്റ്റ് എലമെന്റ് 2, 5, 11 ഹാവ് യുണീക്ക് ഇമേജസ്. ഒരു ഇമേജേ ഉള്ളൂ. ഡൊമൈൻ ഇത് ആദ്യം കാണുന്ന ഡൊമൈൻ, രണ്ടാമത് കാണുന്ന റേഞ്ച്. റേഞ്ച് റിപ്പീറ്റ് ചെയ്യാം. ഈ സെക്കൻഡ് എലമെന്റ് റിപ്പീറ്റ് ചെയ്യും, പക്ഷേ ഫസ്റ്റ് ഡൊമൈൻ ഫംഗ്ഷനിൽ റിപ്പീറ്റ് ചെയ്യത്തില്ല. അടുത്തത് നോക്കിക്കേ, വല്ലൊരു റിപ്പറ്റീഷൻ ഉണ്ടോ? ഇല്ലല്ലോ, റിപ്പറ്റീഷൻ ഇല്ല. അപ്പോൾ ഇതൊരു ഫംഗ്ഷനാണ്. ആദ്യം കാണുന്നത് ഡൊമൈനും രണ്ടാമത് കാണുന്ന റേഞ്ചും.
ഫസ്റ്റ് എലമെന്റ് റിപ്പീറ്റ് ചെയ്യുന്നത് 1 1 റിപ്പീറ്റ് ചെയ്യുന്നത് ഫംഗ്ഷൻ അല്ല. ഇനി അടുത്തത് എ ഫംഗ്ഷൻ ഈസ് ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x മൈനസ് 5 റൈറ്റ് ഡൗൺ ദ വാല്യൂസ് ഓഫ് എഫ് ഓഫ് 0. എക്സ് കാണുന്നത് 0 ഇട്ട് കൊടുത്ത് കാൽക്കുലേഷൻ ചെയ്തു. എഫ് ഓഫ് 7 എക്സ് കാണുന്നിടത്ത് 7 കൊടുത്തു. അടുത്തത് എക്സ് കാണുന്നിടത്ത് -3 ചെയ്ത്. ദ ഫംഗ്ഷൻ ടി വിച്ച് മാപ്സ് temperature in degree into temperature Fahrenheit is defined by T of C equal to 9C by 5 plus ഇത് തന്നിട്ടുണ്ട്. അതിനകത്തേക്ക് ഒന്നാമത്തെ T of 0 എന്ന് വെച്ചാൽ സി കാണുന്നിടത്ത് 0 ഇട്ട് ചെയ്യണം. 28 എന്ന് വെച്ചാൽ എന്ത് ചെയ്യണം? സി കാണുന്നിടത്ത് 28. ഇനിയും അടുത്തത് സെക്കൻഡ് പാർട്ട് എന്താ പറയുന്നത്? വാല്യൂ ഓഫ് സി വെൻ T of C 212. അപ്പോൾ ആദ്യം നമ്മൾ ഇതെല്ലാം ഇട്ട് കൊടുത്തു. ടി ഓഫ് സി 212 തന്നിട്ടുണ്ട്. ടി ഓഫ് സി ആരായത്? ഇതിൽ നിന്ന് നമ്മളിവിടെ LCM എടുത്ത് പിന്നെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് അപ്പുറത്തേക്ക് കൊണ്ടുപോയി ലീനിയർ ഇക്വേഷൻ സോൾവ് ചെയ്ത് കണക്ക് സി സോൾവ് ചെയ്ത് കൊടുക്കണം. അടുത്തത് നോക്കിക്കേ, ഫൈൻഡ് ദ ഇമേജ് ഓഫ് ഈച്ച് ഓഫ് ദ ഫോളോയിങ് ഫങ്ഷൻസ്. ആദ്യത്തത് എക്സ് ഗ്രേറ്റർ ദാൻ 0. ഫംഗ്ഷൻ തന്നിരിക്കുന്നത് ആരാ? 2 - 3x ആണ്. അപ്പം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. നമ്മൾ ചിന്തിക്കുമ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ 0 പൂജ്യത്തേക്കാൾ വലുത്. ഇപ്പോൾ 0.1 എക്സിന് പകരം ഇട്ട് കൊടുക്കുന്നതിൽ റിയൽ നമ്പർ അല്ലേ? എക്സ് എലമെന്റ് ഓഫ് 6 ആണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 2 മൈനസ് പേന തെളിയുന്നില്ലല്ലോ. ഒരു സെക്കൻഡ്, ഞാൻ പേനയൊന്നും എടുക്കാം. ഇങ്ങോട്ട് നോക്കിക്കേ, 2 മൈനസ് 3 ഇൻറ്റു 0.1. അപ്പോൾ എത്ര വരും? 2 മൈനസ് 0.3. അപ്പോൾ 2ൽ നിന്ന് 0.3 മൈനസ് ചെയ്യും. അപ്പോൾ എത്ര കിട്ടി? 1.7. ലെസ് ദാൻ 2 അല്ലേ? ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ 0.1 0.2 0.3 4 5 ആരെ വേണമെങ്കിലും ഇടാം. അങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ ഏത് വാല്യൂ ഇട്ടാലും ഈ ഫംഗ്ഷന്റെ വാല്യൂ ഇപ്പം 1.7 അല്ലേ? ഇപ്പം 1 ആയി ഇടുന്നതെങ്കിലോ 2 - 3 -1 വരും. 2 ആയി ഇടുന്നതെങ്കിലോ -4 വരും. അപ്പോൾ 0.1 ഞാനിപ്പോൾ ഇട്ട് കാണിച്ചതേ ഉള്ളൂ. 0.1 ഇട്ടപ്പോൾ 1.7. അപ്പോൾ 2നേക്കാൾ വലിയൊരു വില കിട്ടുമോ? ഇല്ലല്ലോ. അപ്പോൾ 2 - 3x വാല്യൂ ലെസ് ദാൻ 2 വരുള്ളൂ. 2വിനേക്കാൾ ചെറുത്. അത് അങ്ങോട്ടും ആര് വേണമെങ്കിലും ആകാം. അങ്ങ് ഇൻഫിനിറ്റി വരെ പോകും. 2വിനേക്കാൾ ചെറുത്. അപ്പം റേഞ്ച് എന്ന് പറയുന്നത് എന്താണ്? എക്സ് ലെസ് ദാൻ 2 റേഞ്ച്. അപ്പം ഓർ -∞, -∞, 2 ഇതൊക്കെയാണ് നമുക്ക് റേഞ്ച് ആയിട്ട് വരുന്നത്. എക്സ് അച്ചുദാറ്റ് എക്സ് എലമെന്റ് ഓഫ് ആർ. ഇത് ഇങ്ങനെ എഴുതുമ്പം എക്സ് അച്ചുദാറ്റ് എക്സ് എലമെന്റ് ഓഫ് ക്യാപിറ്റൽ ആർ ആൻഡ് എക്സ് ലെസ് ദാൻ 2. ഇതാണ് അതിൻ്റെ ഇത് വരുന്നത്. അല്ല എങ്കിൽ ഓപ്പൺ ഇന്റർവൽ -∞, 2. ഇതാണ് ഇൻഫിനിറ്റിയുടെ സിമ്പൽ, ഇൻഫിനിറ്റി. കണ്ടോ? ഇനി അടുത്തതോ എക്സ് എലമെന്റ് ഓഫ് ആർ x² ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. എന്ത് വന്നാലും x² വില 0 കൂടുതലായിരിക്കുമല്ലോ. 0 കൂടുതലായിരിക്കുമ്പോൾ ഈ വാല്യൂ എങ്ങനെ വരും? ഈ x² + 2 എന്ന് പറയുന്നത് നിങ്ങൾ വില ഇട്ട് കൊടുത്ത് നോക്കിക്കേ. x² + 2. അപ്പോൾ x² 0. അപ്പം ഏറ്റവും മിനിമത്തിൽ അത് 0 വരും. 0 വന്നാൽ പോലും 0 + 2 2 വരത്തില്ലേ? 2 വരുമല്ലോ. അപ്പം നമുക്ക് എന്താ കിട്ടുന്നത്? x² + 2വിൻ്റെ വാല്യൂ എങ്ങനെ വന്നാലും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആയിരിക്കും. x² + 2വിൻ്റെ വാല്യൂ. അപ്പോൾ ഏത് വില ഇട്ടാലും 2 മുതൽ അങ്ങോട്ടേക്കായിരിക്കും പോകുന്നത്. അപ്പോൾ അത് നമുക്ക് റേഞ്ച് എന്താ വരുന്നത്? ഇവിടെ വരുന്ന റേഞ്ച് എന്ന് പറയുന്നത് 2 മുതൽ അങ്ങോട്ട് പോകും. അപ്പോൾ ക്ലോസ്ഡ് ഇന്റർവൽ 2, അല്ലെങ്കിൽ റേഞ്ച് ഈക്വൽ ടു സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെന്റ് ഓഫ് ക്യാപിറ്റൽ ആർ ആൻഡ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. ഇങ്ങനെയും എഴുതാം. ഇത് ഓപ്പൺ ഇന്റർവെല്ല കേട്ടോ. ഇൻഫിനിറ്റി വരുമ്പോൾ ഓപ്പൺ ഇന്റർവെല്ല ഇവിടെ കൊടുക്കേണ്ടത്. ക്ലോസ്ഡ് ഇന്റർവെല്ലേ ഉള്ളൂ ഇപ്പുറത്ത്. ഇൻഫിനിറ്റിയുടെ സിമ്പൽ ഇതാ. അടുത്തത് എന്താ? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്. എക്സ് ഈസ് എ റിയൽ നമ്പർ. അപ്പോൾ ഏത് വാല്യൂ കൊടുത്താലും കറസ്പോണ്ടിങ് ഒരു റിയൽ നമ്പർ അല്ലേ അവിടെ കിട്ടത്തുള്ളൂ. എക്സിന് ഏത് വില കിട്ടാലും ആൻസർ കിട്ടുന്ന റിയൽ നമ്പർ. അപ്പോൾ റേഞ്ച് ആരാ? സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്. ഇനി അടുത്തത് നോക്കിക്കേ. ആർ ബി എ റിലേഷൻ ഫ്രം ക്യൂ ടു ക്യൂ ഡിഫൈൻഡ് ബൈ
a comma b, ab element of q and a minus b element of z. Show that a comma a element of r for all a in q. അപ്പോൾ ഡെഫിനിഷൻ എന്താ? എ കോമ ബിയുടെ ഡെഫിനിഷൻ എ മൈനസ് ബി ഇസഡ് ഇൻറ്റിജർ ആയിരിക്കണം. അപ്പോൾ എ മൈനസ് എ ഏത് എ കോമ എ 1 കോമ 1 2 കോമ 2 3 കോമ 3 ആരെടുത്താലും മൈനസ് ചെയ്യുമ്പോൾ 0 അല്ലേ വരുള്ളൂ. അപ്പോൾ അത് എലമെന്റ് ഓഫ് ആർ ആണല്ലോ. ഇവരെന്താ പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? ആർ ഈസ് എ റിലേഷൻ ഡിഫൈൻഡ് ബൈ ക്യാപിറ്റൽ ആർ ഈക്വൽ ടു ദിസ്. ഷോ ദാറ്റ് ദിസ് എലമെന്റ് ഓഫ് ആർ ഫോർ ഓൾ എ ഇൻ ക്യൂ. ഇത് ഈ റിലേഷനിലെ എലമെന്റ് ആണെന്നാ കാണിക്കാൻ പറഞ്ഞത്. എ മൈനസ് ബി ഇസഡിലതാണെന്ന് കാണിച്ചാൽ മതി. അപ്പൊ എ മൈനസ് ബി എന്ന് വെച്ചാൽ ഡെഫിനിഷൻ അനുസരിച്ച് എ കോമ ബിയുടെ ഡെഫിനിഷൻ എന്താ? എ മൈനസ് ബി എലമെന്റ് ഓഫ് ഇസഡ്. അപ്പൊ എ കോമ എ എന്ന് വെച്ചാൽ എന്താ? എ മൈനസ് എ 0 എലമെന്റ് ഓഫ് ഇസഡ്. അപ്പൊ എ കോമ എ എലമെന്റ് ഓഫ് ആർ. ഇനി എ ബി എലമെന്റ് ഓഫ് ആർ ഇംപ്ലൈസ് എ മൈനസ് ബി എലമെന്റ് ഓഫ് ഇസഡ്. ഇംപ്ലൈസ് മൈനസ് കോമൺ എടുത്താലും ബി മൈനസ് എ എലമെന്റ് ഓഫ് ഇസഡ് ആണല്ലോ. സപ്പോസ് 8 എലമെന്റ് ഓഫ് ഇസഡ് ആണ്. അപ്പൊ -8ഉം എലമെന്റ് ഓഫ് ഇസഡ് തന്നെയല്ലേ. അപ്പൊ എ മൈനസ് ബി ഇസഡിലതാണെങ്കിൽ നെഗറ്റീവ് കോമൺ എടുത്താൽ ബി മൈനസ് എ എലമെന്റ് ഓഫ് ഇസഡ്. അപ്പൊ എന്തായി? ബി കോമ എ എലമെന്റ് ഓഫ് ആർ. ബി കോമ എ എലമെന്റ് ഓഫ് ആർ ആയിരിക്കും. കണ്ടോ? അപ്പൊ ഇതെന്താ? എ കോമ ബി എലമെന്റ് ഓഫ് ആർ. അപ്പൊ സെക്കൻഡ് പാർട്ട് അതാ പറഞ്ഞിരിക്കുന്നത്. എ കോമ ബി എലമെന്റ് ഓഫ് ആർ ആണ് ഇംപ്ലൈസ് ബി കോമ എ എലമെന്റ് ഓഫ് ആർ ആണെന്ന്. എ ബി എലമെന്റ് ഓഫ് ആർ ആണെങ്കിൽ ബി കോമ എയും എലമെന്റ് ഓഫ് ആർ ആണെന്ന് കാണിക്കണം. അപ്പൊ എ കോമ ബി എലമെന്റ് ഓഫ് ആർ ആണ്. അപ്പം ഡെഫിനിഷൻ തന്നിരിക്കുന്ന അനുസരിച്ച് എ മൈനസ് ബി ഇസഡിലെ എലമെന്റ് ആണ്. മൈനസ് കോമൺ എടുത്താൽ ബി മൈനസ് എയും എലമെന്റ് ഓഫ് ഇസഡ് ആണ്. ബി മൈനസ് എ എലമെന്റ് ഓഫ് ഇസഡ് ആണെങ്കിൽ ബി കോമ എ എവിടുത്തെ അംഗമായിരിക്കും? ആറിലെ അംഗമായിരിക്കും. മൂന്നാമത്തെ പാർട്ട് എന്താ പറയുന്നത്? എ കോമ ബി എലമെന്റ് ഓഫ് ആർ ബി കോമ സി എലമെന്റ് ഓഫ് ആർ ഇംപ്ലൈസ് എ സി എലമെന്റ് ഓഫ് ആർ. എ കോമ ബി എലമെന്റ് ഓഫ് ആർ എ മൈനസ് ബി എലമെന്റ് ഓഫ് ഇസഡ്. ബി കോമ സി എലമെന്റ് ഓഫ് ആർ ബി മൈനസ് സി എലമെന്റ് ഓഫ് ഇസഡ്. ഇനി എ മൈനസ് സി എന്ന് വെച്ചാൽ എ മൈനസ് ബി പ്ലസ് ബി മൈനസ് സി. ഒരു മൈനസ് ബി പ്ലസ് ബി ഇട്ട് കൊടുത്തു. അപ്പൊ ബിയും ക്യാൻസൽ ആയിട്ട് എ മൈനസ് സി തന്നെ വരുമല്ലോ. ഇത് ഇസഡിലെ എലമെന്റ് ആണ്, ഇതും ഇസഡിലെ എലമെന്റ് ആണ് ബൈ ഇക്വേഷൻ 1 and 2. അപ്പം ഇസഡിലെ എലമെന്റ് ആണ്. ഇത് ഇന്റിജർ ആണ്, ഇതും ഇന്റിജർ ആണ്. സം ഓഫ് 2 integers ഈസ് ഓൾസോ ആൻ ഇന്റിജർ. അപ്പൊ എന്ത് കിട്ടി? എ മൈനസ് സി ഇന്റിജർ എന്ന് കിട്ടി. എന്ന് വെച്ചാൽ എ മൈനസ് സി എലമെന്റ് ഓഫ് ഇസഡ് എന്ന് കിട്ടി. അപ്പൊ എന്ത് കിട്ടി? എ കോമ സി എലമെന്റ് ഓഫ് ആർ ആയിരിക്കും. ഇവിടെ ക്യാപിറ്റൽ ആറിന്റെ ഡെഫിനിഷൻ പറയുന്നുണ്ട്. എ കോമ ബിയുടെ മീനിങ് എന്താ? എ കോമ ബി എലമെന്റ് ഓഫ് ക്യൂ ആൻഡ് എ മൈനസ് ബി എലമെന്റ് ഓഫ് ഇസഡ് ആയിരിക്കും. അത് വെച്ചാ ഇത് ചെയ്യുന്നത്. ഇനി എന്താ പറയുന്നത്? ആർ ബി ദ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ഡിഫൈൻ ദ റിയൽ ഫംഗ്ഷൻ ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 10. സ്കെച്ച് ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ. എക്സ് പ്ലസ് 10 ഓരോ വാല്യൂ ഇട്ട് കൊടുക്കുക. 0 ഇട്ട് കൊടുത്തപ്പോൾ 10 കിട്ടി, 1ന് 11 കിട്ടി. അതനുസരിച്ച് നിങ്ങൾ ഗ്രാഫിൽ പോയിന്റ് പ്ലോട്ട് ചെയ്ത് വരയ്ക്കണം. അപ്പം നിങ്ങൾ വേണേൽ ഒരു ബോക്സിലാക്കി നോക്കണം. ഒരു ബോക്സിലാക്കി എലമെന്റ്സ് ഒക്കെ വരച്ച് വെച്ചാൽ 0 ഇട്ടപ്പോൾ നിങ്ങൾക്ക് 10 കിട്ടി, 1 ഇട്ടപ്പോൾ 11 കിട്ടി, 2 ഇട്ടപ്പോൾ 12 കിട്ടി, -1 ഇട്ടപ്പോൾ ആരെയാ കിട്ടിയത്? 9 കിട്ടി, -2 ഇട്ടപ്പോൾ 8 കിട്ടി. അപ്പം ഒരു 10 വരെയുള്ള 0 ഇത്രയും വരച്ച് പോയിന്റ് പ്ലോട്ട് ചെയ്ത് അങ്ങ് വരയ്ക്കുക. അടുത്ത് എന്താ? y ഈക്വൽ ടു എം എക്സ് പ്ലസ് സി ഈസ് കോൾഡ് എ ലീനിയർ ഫംഗ്ഷൻ. ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എം എക്സ് പ്ലസ് സി ആണെങ്കിൽ ഒരു ലീനിയർ ഫംഗ്ഷൻ ആയിരിക്കും. അതിൻ്റെ എപ്പോഴും സ്ട്രെയിറ്റ് ലൈനും ആയിരിക്കും ഗ്രാഫ്. ഇനി അടുത്തത് നോക്കിക്കേ. ഇത് ഫംഗ്ഷൻ എഫ് ഈസ് ഡിഫൈൻഡ് ബൈ ഇങ്ങനെ തന്നിട്ടുണ്ട്. എക്സ് ലെസ് ദാൻ 0 ആകുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ ഇതാണ്. എക്സ് 0 ആകുമ്പോൾ ഇത്, ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ ഇത്. ഡ്രോ ദ ഗ്രാഫ്. എക്സ് 1 മൈനസ് എക്സ് ലെസ് ദാൻ 0. അപ്പം എക്സിന് പകരം -1 -2 -3 -4 ഇട്ട് വാല്യൂ കണ്ടുപിടിച്ചു. ഗ്രേറ്റർ ദാൻ ആകുമ്പം എക്സ് പ്ലസ് 1 ആണ്. അപ്പോഴും ഇങ്ങനെ വാല്യൂസ് കിട്ടി. അപ്പം ഈ പോയിന്റ്സ് വെച്ച് നമ്മൾ ടേബിൾ ഉണ്ടാക്കണം. ഒരു ടേബിളിൽ നമുക്ക് നിങ്ങൾ ഇങ്ങനെ വരച്ചാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ സൗകര്യമായിരിക്കും. പിന്നെ എക്സിന് വാല്യൂ ഇടുന്നു. ഇതാണ് നിങ്ങളുടെ വൈ എന്ന് പറയുന്നതാണ് നിങ്ങളുടെ എഫ് ഓഫ് എക്സ്. എക്സിന് -1 ഇട്ട്, -1 ഇട്ടപ്പോൾ ആൻസർ 2, -2 ഇട്ടപ്പം 3, -3 ഇട്ടപ്പോൾ 4, -4 ഇട്ടപ്പോൾ 5 കിട്ടി. കണ്ടോ? ഇനി ഇതേപോലെ ഇവിടെ അടുത്ത ടേബിളും ഉണ്ടാക്കണം. അടുത്ത ടേബിളിൽ എക്സും എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നതാണ് പൈ. 1 ഇടുമ്പോൾ 2 കിട്ടും, 2 ഇടുമ്പോൾ 3 കിട്ടും, 3 ഇടുമ്പോൾ 4 കിട്ടും, 4 ഇടുമ്പോൾ 5 കിട്ടും. കണ്ടോ?
ഇങ്ങനെ പോയിന്റ് പ്ലോട്ട് ചെയ്ത് ഇങ്ങനെ ഗ്രാഫ് കിട്ടും. കണ്ടോ? ഇതും ശരിക്കും പറഞ്ഞാൽ ഒരു മോഡലസ് ഫംഗ്ഷൻ തന്നെയാണ്. y ഈക്വൽ ടു മോഡ് ഓഫ് എക്സ് ആകുമ്പോൾ ഒറിജിനിൽ കൂടാ പോയത്. കണ്ടോ? ഇത് x+1 വന്നപ്പം ഇങ്ങനെ വന്ന് ഗ്രാഫ്. കണ്ടോ? 1ൽ കൂടാ പോയത്. ഇത് വരയ്ക്കുക. അപ്പോൾ ഇത്രയും മതി. ഇത്രയും നന്നായിട്ട് പഠിക്കുക. ഏകദേശം ഒരു ക്ലാസ് കൂടെ കഴിയുമ്പോൾ ഈ ചാപ്റ്റർ കഴിയും. അത് കഴിഞ്ഞ് നമുക്ക് ട്രിഗ്നോമെട്രി തുടങ്ങാം. ഓക്കെ.